വന്നിട്ടുള്ളത് കോഴിക്കോടൻ സ്പെഷ്യലായിട്ടുള്ള പഴം നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഴം നിറച്ചത് നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. ഇതുപോലെ പഴം നമ്മൾ പഴംപൊരിക്ക് കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇല്ലാതെ നമ്മൾ ചെയ്യേണ്ടത് പഴം അതുപോലെ തന്നെ 4 കഷ്ണങ്ങൾ ഈ സൈഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് നിറച്ചിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം കൊണ്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഴംപൊരിക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു പഴം 3 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. വലിയ പഴമൊക്കെ ആണെങ്കിൽ 4 പീസാക്കി എടുക്കുക. ചെറിയ പഴമാണെങ്കിൽ 3 പീസാക്കിയിട്ട് എടുക്കുക. അതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. കാരണം നല്ല പഴുത്ത പഴമാകുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. ഇനി നമുക്കൊരു പാൻ വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ. ഇതിൻ്റെ ഒരു വശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. പൊട്ടിപ്പോവാതെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി മറുവശം ഇതുപോലെ ആകുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇത് 2 വശം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ മൊത്തം ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പൊട്ടിപ്പോവാതെ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നല്ലോണം പഴുത്ത പഴമായതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വരും നമ്മളിങ്ങനെ ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം.
ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ നമുക്ക് ഇതിനുള്ള വറവുണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ ഫില്ലിങ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഈ നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നല്ല ചെറുതായിട്ട് എടുത്തതാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, കാരണം പഴത്തിന് നല്ല മധുരമായിക്കാരം. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇടാതെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നെയ്യിൽ. ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ പായ എടുത്ത് വെക്കുക, നമ്മൾ വറുത്തെടുത്ത പായ ഉണ്ടല്ലോ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ കൂട്ടിട്ട് കൊടുക്കുന്നത്. കുറച്ച് റിസ്ക്കാണ് ഇത് ചുറ്റിച്ചെടുക്കാൻ. നമ്മളിതുപോലെയാണ് ഈ ഫസ്റ്റ് നിന്ന് മടക്കി കൊടുത്തിട്ടാണ് ചുറ്റിക്കേണ്ടത് കേട്ടോ. ഇതുപോലെ ഞാൻ ചുറ്റുന്നത് പോലെ തന്നെ ചുറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ ഫില്ലിങ്സൊക്കെ ചാടി പോകും. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇപ്പം നമ്മൾ കണ്ടോ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചുറ്റിച്ചെടുക്കേണ്ടത്. അടുത്തൊരു പായ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പഴം നിറച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അവിടെ കാണാനും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതായത് മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ തോന്നും. പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. നെയ്യിലൊക്കെ പായം ഇതാക്കി എടുത്തുകൊണ്ടേ നല്ലൊരു ടേസ്റ്റുമാണ്. അടിപൊളിയായിട്ടുള്ളൊരു പായം നിറച്ചതാണ്. അപ്പോൾ അതുപോലെ ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. താങ്ക് യു.